എന്തുവാ നെവിനെ ഒരു ടാസ്ക് പോലും നേരെ ചൊവ്വെ ചെയ്യാൻ വയ്യാത്ത നെവിന് എന്തിന് കിടന്ന് കരയുവാ? ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ വീരവാദം. എന്തൊക്കെയോ ചെയ്യുമെന്നോ എന്തൊക്കെയോ മലർത്തുമെന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞത്. ഇത്രയും നാളും നല്ല രീതിയിൽ കളിച്ച നല്ല കണ്ടന്റ് കൊടുത്തിരുന്ന അനുമോളെ കുറിച്ചിട്ട് നീ ഒന്നിനും കൊള്ളാത്തവര്, നീ ഒരു ടാസ്കും വിജയിച്ചിട്ടില്ല, ഒരു ടാസ്ക് നേരാവണ്ണം ചെയ്യത്തില്ല, നീ ഒരു കണ്ടന്റ് ഒരു ഇതും ബിഗ് ബോസിന് കൊടുക്കുന്നില്ല, നീ ഒരു ടാസ്ക് പോലും കറക്റ്റായിട്ട് ചെയ്യത്തില്ലെന്ന് അനുമോളെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നെവിന് ഇന്ന് എന്തു പറ്റി? ഒരു ബിഗ് ബോസ് കൊടുത്ത ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ഒരു ടാസ്ക് പോലും നേരെ വണ്ണം ഒരു അരമണിക്കൂർ പോലും നേരെ നിൽക്കാൻ വയ്യാത്ത നീയാണ് ഇത്രയും വീരവാദം പറഞ്ഞ നെവിനെ. ബാക്കി എല്ലാവരും എന്തിന് 100 പോലും ഈ പറഞ്ഞ അനുമോൾ എത്രാമത്തെ പ്രാവശ്യമാണ് ഔട്ടായത്? അനുമോൾ എത്ര നേരം 2 മണിക്കൂറിന് ശേഷമാണ് അനുമോൾ ഔട്ടായത്. നീയോ അരമണിക്കൂർ പോലും നിൽക്കാണ്ട് ഔട്ടായിപ്പോയി അല്ലേ? ഞാൻ പേഴ്സണലായിട്ട് പറയുന്നതല്ല. നെവിൻ്റെ ഓരോ വർത്തമാനങ്ങൾ കേട്ടിട്ട് ഞാൻ പറയുന്നത്. നെവിനെ എനിക്ക് ഇഷ്ടക്കുറവും ഒന്നും കാര്യങ്ങളില്ല. പക്ഷേ നെവിൻ എന്തൊക്കെയാണ് അനുമോളെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഒന്നിനും കൊള്ളാത്തവള്, ഒരു ടാസ്ക് പോലും ജയിച്ചിട്ടില്ല, ഒരു ടാസ്ക് പോലും ചെയ്തിട്ടില്ല, ഒരു കണ്ടന്റും ബിഗ് ബോസിന് കിടക്കുന്ന ഒരു പാഴായിട്ടൊരു ജന്മം, പാഴായിട്ട് ചുമ്മാ വെറുതെ നിൽക്കുന്ന അനുമോളെന്നാണല്ലോ ഇത്രയും നാളെ നെവിൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇത്രയും വൃത്തിയായിട്ട് ഇന്ന് അനുമോൾ എല്ലാ ടാസ്കുകളും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം തോറ്റു ജയിച്ചു എന്നുള്ളതല്ല, മാക്സിമം അനുമോൾ കറക്റ്റായിട്ട് ടാസ്കുകളെല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? നെവിൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്ത് പുണ്ണാക്കാണ് നെവിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു ടാസ്ക് പോലും അതിലെല്ലാം ശൃംഗാരം കലർന്ന് ഇപ്പം തന്നെ കുറേ നേരം പിടിച്ചു നിന്നിട്ട് അനങ്ങാൻ വയ്യ നെവിന്. ആദ്യം തന്നെ ഔട്ടാകും. അതും പോരാഞ്ഞിട്ട് ഔട്ടായിട്ട് പോയിട്ടും അവിടെ നിന്നിട്ട് അനുമോളെ ഔട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഹസനമാണ് കണ്ടുവരുന്നത്. അത്രയും ബാക്കിയുള്ള അത്രയും കണ്ടസ്റ്റൻസ് നിന്നിട്ട് അവരെ ഒന്നും പറയാതെ അനുമോളുടെ കാല് ശരിയല്ല, അനുമോളുടെ കൈ ശരിയല്ല, അനുമോൾ അങ്ങനെ നിൽക്കുന്ന ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രയും ബുദ്ധിമുട്ടി ഇത്രയും തോറ്റു തുന്നം പാടി താഴെ ഇറങ്ങിയിട്ടും അനുമോളെ എങ്ങനെയും തോപ്പിക്കുന്നുള്ള ചിന്തയിൽ ഇരുന്നിട്ട് പറയുക. ബാക്കി അത്രയും ആര്യനുണ്ട്, സാബുമാനുണ്ട്, നൂറയുണ്ട്, അതുപോലെ തന്നെ ആദിലുണ്ട്, അക്ബറുണ്ട്. ഇവരെയൊന്നും പറയാതെ അനുമോടെ കാല് പോയി, അനുമോടെ കൈ പോയി, അനുമോടെ അത് പോയി എന്നും പറഞ്ഞിട്ട് നിൽക്കുക നെവിന്. അതിന് ഷാനവാസ് ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് അല്ലേ? ഷാനവാസ് ശക്തമായിട്ട് എതിർക്കുന്നു. ആരിൻ്റെ കാല് പോയി നീ കണ്ടില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അതും കൂടാതെ ഞാൻ ഇങ്ങനെയൊക്കെ പിടിക്കാമെന്ന് പറഞ്ഞ് ലാസ്റ്റ് കയറുന്നുണ്ട് നവീന്. ബിഗ് ബോസ് എതിർത്തു. ബിഗ് ബോസും അതിനോട് എതിരായിട്ടാണ് നിന്നത്. അനുമോളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത്രയും നാളും അനുമോളെ കുറ്റം പറഞ്ഞ് അനുമോളൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് നടന്ന് ഏറ്റവും വൃത്തിയായിട്ട് ഫസ്റ്റിലെ കണ്ടന്റ് കൊടുക്കുന്ന ബിഗ് ബോസിൽ അനുമോൾ. ഇതിൽ ആർക്കും ഈ ബിഗ് ബോസ് കാണുന്ന ആർക്കും ഒരു എതിർ അഭിപ്രായം കാണത്തില്ല. PR എന്തും ആയിക്കോട്ടെ, എന്തായാലും അനുമോൾ ബിഗ് ബോസ് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 7% പോലും നെവിൻ കൊടുക്കുന്നില്ല. എന്നിട്ട് അനുമോളെ കുറ്റം പറഞ്ഞ് അനുമോളൊന്നും കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ടാസ്ക് പോലും നേരെ വണ്ണം ചെയ്യാൻ പറ്റാതിരിക്കുന്നു. എന്നിട്ട് ഇറങ്ങിയിട്ടും അനുമോടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അത് ചെയ്തില്ല അങ്ങനെ ചെയ്തെന്ന്. അല്ലേ? ഇതിനൊക്കെ എന്താണ് മറുപടി പറയേണ്ടത്? കർമ്മ എന്ന് പറയുന്നൊരു സംഭവമാണെന്ന് മനസ്സിലായില്ലേ? ഇതിപ്പോൾ എല്ലാം തിരിച്ചടി വരും. ഇപ്പം എനിക്കറിയത്തില്ല, നെവിൻ്റെ ഫാൻസ് ബേസ് വന്ന് എന്നെ കൊല്ലുമോ എന്ന് അറിയത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ അനുമോളുടെയും സൈഡല്ല, നെവിൻ്റെയും സൈഡല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അനുമോൾ ഇത്രയും കുറ്റം പറഞ്ഞു, വീണ്ടും അനുമോളുടെ മുന്നിൽ തന്നെ നെവിൻ തോറ്റു. അനുമോൾ പിടിച്ച് നിന്ന് കുറേ 2 മണിക്കൂറിന് ശേഷം എങ്ങാണ്ടാണ് അനുമോൾ ഇറങ്ങിയത്. അതുകൂടാതെ അനുമോളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നിട്ട് വീരവാദം പറയുക. നമുക്കെന്തായാലും കണ്ടറിയാം. ടിക്കറ്റ് ടു ഫിനാലെ ആർക്കാണ് കിട്ടുന്നത്, നെവിൻ ഈ ആഴ്ച ഔട്ടാകുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.